നിങ്ങളൊരു പുതിയ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു പുതിയ വാഹനം എടുക്കുന്നതിന് മുമ്പ്? അതായത് നമ്മൾ പലപ്പോഴും എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിനെക്കുറിച്ച് കുറച്ച് റിസർച്ചൊക്കെ നടത്താറുണ്ട്. എന്നാൽ ചിലരെങ്കിലും ഉണ്ടായിരിക്കും എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനം ഏതാണെന്ന് പോലും അറിയില്ല. പുതിയൊരു വാഹനം എടുക്കണം എന്ന് ഉദ്ദേശിച്ച ഒരു ഷോറൂമിൽ ചെല്ലുമ്പോൾ അവർ ഏതെങ്കിലും ഒരു വാഹനം എടുത്ത് തലയിൽ വെച്ച് കൊടുക്കും. ഇങ്ങനെ കുറച്ച് ടീമുകളും നമ്മുടെ സ്ഥലത്തുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് 10 കാര്യങ്ങൾ, അതായത് ഒരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാര്യത്തിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് കാര്യം, നമ്മുടെ മെയിൻ പ്രയോറിറ്റി നമ്മുടെ ബഡ്ജറ്റ് തന്നെയാണ്. അതായത് ഒരു വാഹനം എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് നമ്മുടെ ബഡ്ജറ്റ് എത്രയാണോ ആ ഒരു ബഡ്ജറ്റിൽ തന്നെ നമ്മളൊരു പ്ലാനിങ് നടത്തണം. അതായത് ഏത് വാഹനമാണ് നമ്മൾ എടുക്കുന്നത്, നമ്മുടെ ബഡ്ജറ്റിനകത്ത് നിൽക്കുമോ ഇല്ലയോ എന്ന് കൂടെ നോക്കണം. കാരണം ഇപ്പം നമുക്ക് ലോൺ ഫെസിലിറ്റി എല്ലാം വാഹനത്തിന് അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ ബഡ്ജറ്റിനകത്ത് അത് ഒതുങ്ങുമോ എന്നുള്ളൊരു കാര്യമാണ് മെയിൻ കാര്യം. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് തന്നെയാണ്. കാരണം എനിക്കിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ലക്ഷം രൂപയുടെ വാഹനം എടുത്തു കഴിഞ്ഞാൽ മാസം എനിക്ക് ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ സാധിക്കും. എന്നാൽ 30 ലക്ഷം രൂപയുടെ വാഹനം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ലോൺ ഒരു 3 ഇരട്ടിയാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ ബഡ്ജറ്റ് ഞാൻ ആദ്യമേ ഫിക്സ് ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രം ഒരു വാഹനത്തിനെ കുറിച്ച് ഞാൻ ആലോചിക്കാവുള്ളൂ. അതായത് ബഡ്ജറ്റിൻ്റെ പ്ലാനിങ് ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പർപ്പസ് എന്താണ്? അതായത് ഞാനൊരു വാഹനം എടുത്തു കഴിയുമ്പോൾ എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പർപ്പസ് യാത്രയായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ ഒരു പർപ്പസ് ആയിരിക്കും. കാരണം വീട്ടിലെല്ലാവർക്കും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇങ്ങനെ ഒരു പർപ്പസ് വെച്ചായിരിക്കും നമ്മളൊരു വാഹനം എടുക്കുന്നത്. ഒരു സെക്കൻഡ് വാഹനം എടുക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പുതിയ വാഹനം നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ പർപ്പസ്, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു 2 പേരേ ഉള്ളൂമായിരിക്കും. ഈ 2 പേരുള്ള സമയത്ത് നിങ്ങളൊരു 7 സീറ്റർ അഥവാ അല്ലെങ്കിൽ ഒരു 8 സീറ്റർ വാഹനം എടുക്കുന്നത് ശരിക്കും നഷ്ടമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം ഒരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് പാർക്കിംഗ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫ്യൂൽ എഫിഷ്യൻസി കുറവായിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ തൊട്ടടുത്തുള്ളവർക്ക് വന്ന് ചോദിച്ച് എടുത്തുകൊണ്ട് പോകാനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പർപ്പസ് എന്താണെന്നുള്ളത്. 2 പേര് മാത്രമുള്ളൊരു വീടാണെന്നുള്ളത് ഒരു 4 പേഴ്സണിന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഏറ്റവും നല്ലത്. 4 to 5, അതായത് ഒരു കോമ്പാക്ട് SUV അങ്ങനത്തെ ചെറിയ ഏതെങ്കിലും വാഹനം എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. 4 പേരെ കാണിക്കാൻ വേണ്ടി വലിയ ഗുമ്മുള്ള വണ്ടി എടുത്തിട്ട് ചുമ്മാ മാറ്റിയിടുന്ന കഴിഞ്ഞും എപ്പോഴും നല്ലതായിരിക്കും. നമ്മളത് പർപ്പസ് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മളെപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്ലാനിങ് നല്ലതായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 പേരാണെന്നുണ്ടെങ്കിൽ 3, 4 ഒരു 2 പേർക്കും കൂടെ എക്സ്ട്രാ എപ്പോഴും ഒന്ന് പ്ലാൻ ചെയ്തോണം. അതായത് നമ്മളിപ്പോൾ ഒരു 4 പേര് അടങ്ങുന്ന കുടുംബമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 സീറ്റർ വാഹനം തന്നെ ധാരാളമായിരിക്കും. ഇനി അതല്ല, ഒരു 7 സീറ്റർ വാഹനം എടുക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ടുള്ളൊരു പർപ്പസും കൂടെ ഉണ്ടെന്നുള്ളത് കൺഫേം ആക്കുക. അതായത് നമ്പർ ഓഫ് പേഴ്സൺസ് യൂസിങ് ദ വെഹിക്കിൾ എന്നുള്ള രീതി വേണമെങ്കിൽ നമുക്കത് പറയാൻ സാധിക്കും. അതായത് എത്ര പേര് ആ വാഹനം യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയും കൂടെ നോക്കിയ ശേഷം വേണം നമ്മളത് എടുക്കാൻ. അപ്പോൾ അതായത് നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ നമ്പർ ഓഫ് പേഴ്സൺസിൻ്റെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. പർപ്പസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പർപ്പസ് കഴിഞ്ഞാൽ നമ്പർ ഓഫ് പേഴ്സണേയും കൂടെ നമ്മൾ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്തോണം. നാലാമത്തെ കാര്യം, നമ്മൾ ഈ വാഹനം എടുക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണമെന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ബഡ്ജറ്റ് നോക്കി വേണം നമ്മളൊരു വാഹനം എടുക്കാൻ. അങ്ങനെ ഈ ഒരു ബഡ്ജറ്റ് നോക്കുന്ന സമയത്ത് നമ്മുടെ ബഡ്ജറ്റിനകത്ത് ഇത് നിൽക്കുന്ന പോലെ തന്നെ നമുക്കിതെല്ലാം അടച്ചു പോകാൻ വേണ്ടി. കാരണം നമ്മളിപ്പോൾ ഏകദേശം ഒരു ലോൺ എടുക്കുന്ന ഒരു 7 ഇയേഴ്സ് വരെ ആയിരിക്കും നമ്മുടെ ലോൺ പീരീഡ് വരുന്നത്. അതായത് നമുക്ക് ടേം ഓഫ് ലോണും കൂടെ നമ്മളത് പ്ലാൻ ചെയ്തോണം. കാരണം 5 ഇയേഴ്സ് കിട്ടുന്നുണ്ട്, 7 ഇയേഴ്സ് കിട്ടുന്നുണ്ട്. ഈ ഒരു ലോൺ പ്ലാനിങ് വളരെ കൃത്യമായിട്ട് ചെയ്തോണം. കാരണം 5 വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റിൻ്റെ എമൗണ്ട് കൂടുകയും ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. 7 ഇയേഴ്സിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും, പക്ഷേ ലോങ് ടേം കിട്ടുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ പ്ലാനിങ്ങിൽ വളരെ വ്യക്തമായിട്ട് ചെയ്തോണം. കാരണം ഇതും ബഡ്ജറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 5ാമത്തെ പോയിന്റ്, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് വാഹനം തിരഞ്ഞെടുക്കാം. വാഹനം തിരഞ്ഞെടുക്കുന്ന സമയത്താണ് എല്ലാവർക്കും ഒരു പ്രശ്നം വരുന്നത്. കാരണം നമ്മൾ പലരോടും അഭിപ്രായം ചോദിക്കും, എടാ ഏതാ ഏറ്റവും നല്ല വാഹനം, ഏതാ ഏറ്റവും നല്ല വാഹനം. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനത്തിനെ കുറിച്ചുള്ള വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ഈ പറയുന്ന പോലെ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പലരും ഇത് കണ്ടിട്ട് ഈ വാഹനം കൊള്ളാം, എനിക്കിത് ആപ്റ്റാണ് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ചെയ്യുന്ന ഓരോ വാഹനം ഓടിച്ചു നോക്കും, അതിൻ്റെ റിവ്യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കത്തില്ല വേറൊരു വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവർ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെ എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. പലരും അവരവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, റിവ്യൂസ് കാണുന്നത് നല്ലതാണ്, പക്ഷേ അൾട്ടിമേറ്റ് ഡിസിഷൻ നിങ്ങളുടെ തന്നെ ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള വാഹനം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഞാനിപ്പോൾ ഒരുപാട് വാഹനങ്ങൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ എന്നോടിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇന്ന വാഹനം നല്ലതാണെന്ന് പറയും, പക്ഷേ ഓടിച്ചെന്നത് എടുക്കരുത്. അതായത് MG പറഞ്ഞു ഈ വാഹനം നല്ലതാണ്, അല്ലെങ്കിൽ ഇന്ന വ്യക്തി അല്ലെങ്കിൽ സോ പറഞ്ഞു ഇത് നല്ലൊരു വാഹനമാണ്, ഈ ഒരു വാഹനം നമുക്ക് എടുത്തേക്കാം. ഒരു കാരണവശാൽ അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ടൊരു വാഹനം ഓടിച്ചു നോക്കുക. അതായത് നിങ്ങൾക്കൊരു ഐഡിയ വേണം, എൻ്റെ കയ്യിലുള്ളൊരു ബഡ്ജറ്റ് 10 ലക്ഷം, 10 ലക്ഷത്തിനകത്ത് നിൽക്കുന്ന ഈ ഒരു വാഹനം, അങ്ങനെ ഒരു 2, 3 വാഹനങ്ങൾ നമ്മൾ ആ സെറ്റിലെടുത്തു. ഇതിൽ എല്ലാം വാഹനങ്ങൾ നിങ്ങൾ ഓടിച്ചു നോക്കുക.
ഓടിച്ച് നോക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നല്ല റോഡിൽ കൂടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് നോക്കിയാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ബിഹേവിയർ മനസ്സിലാവത്തില്ല. പല ടെറൈനിൽ കൂടെ, അതായത് ഗട്ടർ റോഡ്സിൽ കൂടെയും നല്ല വഴി കൂടെ ഒക്കെ ഒന്ന് ഓടിച്ച് നോക്കി സീറ്റിംഗ് കംഫോർട്ട്, ഡ്രൈവിംഗ് കംഫോർട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫ്രണ്ടിൽ മാത്രമല്ല അതിൻ്റെ ബാക്കിലും കൂടി ഇരുന്ന് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു വാഹനം ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുക. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ പറഞ്ഞ ഒരു വെഹിക്കിൾ ഡിസിഷനിലോട്ട് വരാവുള്ളൂ. ആറാമത്തെ കാര്യം, നമ്മൾ എടുക്കുന്ന വാഹനത്തിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റും മെയിൻ്റെനൻസ് അവൈലബിലിറ്റിയും കൂടെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. മെയിൻ്റെനൻസിൻ്റെ അവൈലബിലിറ്റി ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാന കാര്യം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ എടുക്കുന്ന ഒരു വാഹനം ആദ്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ വളരെ കുറവായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഹൈ പെർഫോമൻസ് ഉള്ള കുറവ് സർവീസ് സെൻറ്റേഴ്സ് ഉള്ള വാഹനമാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വാഹനമായിട്ട് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സോർട്ട് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് വന്നൊന്ന് റെക്ടിഫൈ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സമയം വളരെ കൂടുതലായിരിക്കും. ഈ ഒരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ആയിട്ട് ഇത് ഷോറൂമിൽ നമ്മൾ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ, അതായത് സർവീസ് സെൻറ്ററിൽ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ അല്ലെങ്കിൽ ഈ വാഹനം കിട്ടാൻ എടുക്കുന്ന ഒരു സമയം വളരെ കൂടുതലായിരിക്കും. അതേ സ്ഥാനത്ത് റിലയബിൾ ആയിട്ടുള്ളൊരു കമ്പനിയാണെന്ന് സങ്കല്പിക്കുക, ഒരുപാട് ഷോറൂംസ് ഉണ്ട്, ഒരുപാട് ഔട്ട്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കമ്പനിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ എപ്പോഴും സർവീസ് അവൈലബിലിറ്റി വളരെ സ്പീഡിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ ഓൺ റോഡ് അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരക്കുക. ഓൺ റോഡ് അസിസ്റ്റൻസിന് വേറെ അഡീഷണൽ പേയ്മെൻറ്റ് വരുമോ, അതോ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഏഴാമത്തെ പോയിന്റ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഫാമിലിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യുക. അവർക്കും ഈ വാഹനം കംഫോർട്ടബിൾ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കുക. അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞ, കാരണം നിങ്ങളൊരു ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ എടുക്കുന്ന ഒരു വാഹനം പോലെ അല്ല നമ്മളൊരു പേഴ്സണൽ പർപ്പസിന് എടുക്കുന്നത്, ഫാമിലിയെ കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അവരെയും കൂടി ഇരുത്തി ഈ വാഹനത്തിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. എല്ലാവരും കംഫോർട്ടബിൾ ആണ്, എല്ലാവർക്കും ഓക്കെ ആണോ എന്ന് കൂടെ ചോദിക്കുക. കാരണം നാളെ ഇവർ വന്നു കഴിയുമ്പോൾ അത് ശരിയായില്ല, ഇത് ഓക്കെ അല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പോട്ട് വരും. നിങ്ങൾ മാനസികമായിട്ട് ഓക്കെ അല്ലാതെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാര്യം കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കംഫോർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എല്ലാവരും ഓക്കെ ആണോ എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. എട്ടാമത്തെ പോയിന്റ്, വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ. അതായത് നിങ്ങൾ എടുക്കുന്ന ഒരു വാഹനത്തിന് റീസെയിൽ വാല്യൂ ഉണ്ടോ എന്നുള്ളത് മസ്റ്റായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും പറയാൻ ചാൻസ് ഉള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വാഹനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനിപ്പോൾ മേടിച്ചിടുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് യൂസ് ചെയ്യാനാണ്. ശരിയാണ്, നിങ്ങൾ യൂസ് ചെയ്യാനാണ് ഒരു വാഹനം മേടിക്കുന്നത്. പക്ഷേ നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് നമ്മൾ അല്ലെങ്കിൽ നാളെ ഒരു പുതിയ വാഹനം എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു വാഹനം നമുക്ക് കൊടുത്തേ പറ്റൂ എന്നുള്ളൊരു രീതി വരും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ ഒരു പകുതി വില പോലും കിട്ടാതെ വന്നാലോ, അതൊരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു വാഹനം നിങ്ങൾ എടുക്കുകയാണെങ്കിലും അതിന് റീസെയിൽ വാല്യൂ ഉള്ളൊരു വാഹനം തന്നെ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നാളെ ഒരു സമയത്ത് കൊടുക്കുമ്പോൾ പോലും വലിയ വിലക്കുറവില്ലാത്ത രീതിയിൽ തന്നെ ഈ വാഹനം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പം നമുക്ക് അവിടെ ഒരു നഷ്ടം വരുന്നില്ല. നമ്മൾ അത്യാവശ്യം അതിനെ മുതലാക്കി അല്ലെങ്കിൽ നമ്മൾ ആ വാഹനം യൂസ് ചെയ്തത് കൊടുക്കുന്ന സമയത്ത് ഏറെക്കുറെ അതിനടുത്ത് തന്നെ പേയ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായി. ഒമ്പതാമത്തെ പോയിന്റ്, ഒരു വാഹനം ഒരു ഷോറൂമിൽ കൊണ്ടുപോയി ഒരു ഷോറൂമിൽ ചെന്ന് നമ്മൾ കണ്ടതിന് ശേഷം വിലയും കാര്യങ്ങളും അവർ തരുന്ന ആക്സസറീസും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതേ വാഹനം വേറൊരു സ്ഥലത്തും കൂടെ വില ചോദിച്ചോണം. കാരണം ഒരു ഷോറൂം അല്ല ഉള്ളത്, പല ഷോറൂംസ് ആണുള്ളത്. ഈ ഷോറൂമിൽ 2 or 3 ഷോറൂമിൽ ചെന്നിട്ട് ഇതിൻ്റെ വില തിരക്കുക. വില തിരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ തരുന്ന അഡീഷണൽ ആക്സസറീസും ഓഫേഴ്സും എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കൺഫേം ആക്കുക. എന്നിട്ട് ഏതാണ് ബെസ്റ്റ് ഓഫർ നോക്കി അവിടെ നിന്ന് വാഹനം സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ വാഹനം മേടിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. ചിലരെങ്കിലും പറയുമായിരിക്കും ഇയർ ബാക്ക് വാഹനം എടുക്കുകയാണെങ്കിൽ റേറ്റ് വ്യത്യാസമുണ്ട്. 100% നല്ലൊരു കാര്യമാണ്, നിങ്ങൾക്ക് അങ്ങനെ റേറ്റ് വ്യത്യാസം കിട്ടുന്നുണ്ട്, അതായത് ഇച്ചിരി റേറ്റ് കുറയും. അങ്ങനെ കുറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആ വാഹനം എടുക്കുന്നതിന് മുമ്പ് ഒരു നല്ലൊരാളെ കൊണ്ട് ഒന്ന് ഇൻസ്പെക്ട് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഏറെക്കുറെ ഒരു വർഷത്തിനടുപ്പിച്ച് ഈ വാഹനം വെറുതെ യാർഡിലൊക്കെ ഇരുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ മോശമാകാനുള്ള ചാൻസസ് കൂടുതലാണ്. പല ഭാഗങ്ങൾക്കും വെയർ ആൻഡ് ടയർ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് ഓക്കെ ആണെന്ന് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം എടുക്കുക. ബോഡിയുടെ പുറമെ പോളിഷൊക്കെ ചെയ്ത് നല്ല കിണ്ണം കാച്ചി രീതിക്ക് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, അകമെല്ലാം ഓക്കെ ആണോ എന്നും കൂടെ ഒന്ന് കൺഫേം ആക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, 10ാമത്തെ പോയിന്റ്, ഏത് വാഹനം നിങ്ങൾ എടുത്താലും വാറണ്ടി, അതായത് എക്സ്റ്റൻഡഡ് വാറണ്ടി ഉറപ്പായിട്ട് നിങ്ങൾ എടുത്തിരിക്കണം. അത് വേറൊന്നും കൊണ്ടല്ല പറയുന്നത്, ഇതൊരു സെയിൽ പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ വാഹനത്തിൻ്റെ വാറണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. കാരണം നാളെ ഒരു സമയത്ത് എന്തെങ്കിലും പാർട്സിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം. എക്സ്റ്റൻഡ് വാറണ്ടി കവർ ചെയ്യാത്തൊരു പാർട്സ് കംപ്ലയിൻറ്റ് വന്നാൽ പോലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എടുത്തു, എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല, സർവീസ് എല്ലാം പ്രോപ്പറാണ്, ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറാണ്, എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ പോലും അവർക്ക് തരാൻ വേണ്ടി ഒരു ഗുഡ് വിൽ വാറണ്ടി എന്നൊരു ഓപ്ഷൻ കൂടെ അതിനകത്ത് കിടപ്പുണ്ട്. അതിൽ അവർക്ക് തരാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉറപ്പായിട്ടും വാഹനം എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിരിക്കണം. ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ വിട്ടു ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റും കൂടെ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.